അപ്പോൾ നമ്മളെ ക്യാമറാമാൻ അങ്ങാടിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാ കൊണ്ടുവന്നത് അറിയില്ല. എന്താ മേടിച്ചേ? അയ്യോ കഷ്ടമുണ്ട്. ഈ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവർക്ക് ഈ പാഡ്സ് ഇറച്ചി മീനല്ലാതെ വേറെ ഒന്നും ഇല്ലേ വിചാരിക്കും. ഞങ്ങൾക്ക് കുറെ പൈസ കണ്ടട്ടെ, അപ്പൊ ഞങ്ങള് നല്ല അടിപൊളി ഹോട്ടലിലൊക്കെ എന്നും കയറി ഇങ്ങനല്ലേ. പിന്നെന്താ ഉള്ളത്? ആണോ? എന്നാ കൊണ്ടുവരി, നമുക്ക് ഉണ്ടാക്കി വെക്ക. എങ്ങനെയാ വെച്ചാല് ആണോ? ഓക്ക് ചായ വാങ്ങി എടുത്തു നിങ്ങള്? ദോശ വാങ്ങി ഞങ്ങള്. തിന്നില്ലേ? ദോശ കഴിച്ചു. ഒന്ന് മതി എന്നാ ആയിക്കോട്ടെ. ഓള് രാവിലെ ഒന്നും അങ്ങനെ കഴിക്കൂല, അതാണ്. അല്ല ഇപ്പൊ 2 ദിവസമായിട്ട് എന്താ അറിയില്ല, വലിയൊരു ഇതില്ല. മറ്റത് ഉഷാറ് പോരോൾക്ക്. എൻ്റെ ചോറ് ഇതവിടെ തിളച്ചും കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം എന്താ അറിയില്ല. ഞാൻ നിങ്ങളിത് വാങ്ങേണ്ടി വരുമ്പോൾ കുറച്ച് ചോറ് അച്ഛമ്മോൾക്ക് മാത്രം വെച്ചിട്ടുള്ളൂ. കൂടിയിട്ടേ കണ്ടോ, നല്ല സുഖിച്ച് കിടന്നുറങ്ങുക കുട്ടിയുണ്ടോ. മണ്ണിലിങ്ങനെ കളിക്കുന്നത് കാണാം. കേക്ക് ഉണ്ടാക്കണം. എന്നാലും അപ്പുറത്തെ കുട്ടികൾ, താഴത്തെ കുട്ടികളൊക്കെ അല്ലേ ഒക്കെ പാടെ വന്നിട്ട് മുറ്റത്ത് കളിക്കുന്നുണ്ട്. വെള്ളം പൈപ്പ് തുറക്കുക, എടുക്കുക, എന്നിട്ട് പൂട്ടൂല, അവിടെ ഇട്ട് പോരും. എന്നിട്ട് വെള്ളം ഇങ്ങട്ടെ ചളിയിലിങ്ങട്ട് വിളി ആക്കിയാണ്ട് കേക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ വിചാരിച്ചാൽ കളിച്ചോട്ടെ അച്ഛമോളെ ഒരു ഉണ്ട മണ്ണെടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു. അപ്പൊ താഴത്തെ കുട്ടി അത് അടിച്ചൊഴിവാക്കാം. അതിലിങ്ങട്ട് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിട്ട് വന്നാട്ട് ഇവിടെ വന്ന് 4 മന്ത് കുറച്ചേരം വണ്ടിയിലാണ് നിന്നേ. വീണ്ടും ഇവിടുന്ന് ഒരു ഉണ്ട എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു. വീണ്ടും ആ കുട്ടി അന്ന് ചൂലെടുത്ത് അടിച്ച് ഒഴിവാക്കി. ആ ഊളടെ വൃത്തിയാക്കിയാണ് ചീത്താറ് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിട്ട് ഒരു വരവ് കേട്ട് വന്നു. അതിനാണ് കുട്ടി നീച്ചോ. അമ്മന്റെ പൊന്നി പായൊന്നും എടുത്തു വെച്ചില്ല ഞാന്. അമ്മന്റെ മുല്ലിപ്പൂവ് നീച്ചോ. അമ്മല് പോവ് ബീച്ചില് പോവാ. എന്തായി ഇന്റെ ഇറച്ചിയൊക്കെ? അച്ചോളൊക്കെ അത് അവിടെ കാത്ത് കണ്ട് കുത്തിരിക്കട്ടോ. എന്നത്തെ പോലെ തന്നെ ഓന്റെ പൊന്നെ അടിച്ചാണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. കിടിക്ക ചെയ്യണേ സത്യം. ഞാൻ ഇനി വേണമെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കാൻ എടുത്തതാ. രാവിലെ തന്നെ ഉണ്ടാക്കിയ കേടില്ല. ശരിയാ. ചോറുണ്ടാക്കി ഞാൻ കുറച്ച് ചോറുണ്ടാക്കി. അപ്പാപ്പുവോ? അപ്പാപ്പു എത്ര അപ്പാപ്പുള്ളു? ചോക്ലേറ്റ് ഉണ്ടായില്ലേ? അലമാരയിലുണ്ടോ നോക്കണേ, അതിലടുത്തേക്ക് എടുക്കും. അമ്മ പാപ്പയ്ക്ക് ഇത് കൊടുക്കട്ടെ, എന്നിട്ട് തരട്ടോ. ഇപ്പൊ തരട്ടോ. ഞാൻ കുട്ടി കഞ്ഞി കുടിച്ചില്ലേ മീമീൻ കുട്ടി? അല്ല വന്നിട്ടില്ലേക്ക് അമ്മട്ടിക്ക് വേണോ? എച്ചി കൂട്ടിട്ട് എന്തായാലും കുയിന്തിച്ചിട്ടാ ഇത് വളമ്പുമ്പോ എന്തെങ്കിലും ഒന്നും പറയാത്തേ? അത് വേണ്ടാന്ന് ഞാൻ പറയില്ല. അതെ ചോറ് അല്ല, എനിക്ക് ചോറിനോട് അത്ര വലിയ കമ്പല്ല. മതി, ആവശ്യത്തിന് എടുത്തേ. ഞാൻ പിന്നെ പൂളയാന്ന് അത് കുറച്ച് ഓവറാ. കുറച്ചങ്ങോട്ട് എടുത്തു, വേണമെങ്കിൽ എടുക്കാം. കറി എന്നാ പറ്റും. അതെന്നറിയാം, എനിക്ക് ഓവറായിട്ട് വേണ്ട. അതുകൊണ്ടാണ്. കാരണം ഈ പൂളയാന്ന് കിട്ടിയല്ല നമ്മള് അത് സാധനം കുറച്ചില്ലെങ്കിലും നല്ലോണം കഴിക്കാനുണ്ടാവും നമുക്ക്. കുറച്ചെടുത്താൽ തന്നെ ഈ വായിൽ വെള്ളം ഇങ്ങനെ ഓറുണ്ട്. പുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനെ മുടിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ മുടി വെട്ടാൻ പോയില്ലേ, വല്ലാതെ പൈസ വാങ്ങല്ല. കാരണം ഈ സൈഡിന് 50, ഈ സൈഡിന് 50, 100 റുപ്യയിൽ എന്റെ പരിപാടി ചെയ്യും. സാധാരണ ബാർബർ ഷാപ്പില് 140 കൊടുക്കല്. അല്ല, ഞാന് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു അങ്ങാടിന്ന് വെട്ടിയത്. എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ശേഷം അർജന്റ് ഉണ്ടായിരുന്നപ്പോ ഞാൻ പെട്ടെന്ന് അവിടെ ബംഗാളിയായിരുന്നു. വേഗം കയറി അവിടെ കൂടി ഇരുന്ന് അവൻ വേറെ കട 2 വെട്ട് പരിപാടി കഴിച്ചു. 10 മിനിറ്റ് ഞാൻ വേഗം ഇറങ്ങി പോയി. 100 റുപ്യ എടുത്ത് 150 ഞാൻ കൊടുത്ത്. അപ്പൊ 50 രൂപ തിരിച്ചു തന്നു. ഇനി അവന്റെ അടുത്ത് തന്നെ പോണം വെട്ടാന്. ചായ വേണോ? ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നം. കുഴപ്പമില്ല, ഞാൻ ഒന്ന് ചൂടാക്കിയാൽ മതി. അച്ചു കുന്തരിയെ ഞങ്ങളൊന്ന് കഴിക്കട്ടെ. കറി വെച്ചോ. മുട്ടായോ? പപ്പ് എടുത്തു തരാം. പപ്പ് കൊണ്ടിങ്ങനെ ഏത്? അത് ഞാൻ വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം. കറിവേപ്പിന്റെ ഇലക്ക് കുറച്ച് കമ്മി പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല. ചൂടാക്കി ചുക്ക് വെള്ളം
ആ ശരി. വെച്ചാല് ഓള് പച്ചനെ കുടിക്കുള്ളൂ. മോള് വരാനായോടി? ഉച്ചവരെയുള്ളൂ. വരാനായോ? ചായ കുറച്ച് മതി എനിക്ക്. കളയണ്ടല്ലോ. വാഴക്ക് പോണില്ലേ? വാഴയും ചീറ്റി. ഇന്ന് ബീച്ചിൽ പോണെന്ന് അറിയുന്നത് അതും ചീറ്റി. ഇനിയിപ്പോ നോക്കിട്ട് കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഒരു പോകും. ഇവള് ആരെങ്കിലൊക്കെ കൂട്ടിടിച്ചാണ്ട് പോവാൻ നിക്കേ, അപ്പൊ ഓൾക്ക് ഒഴിവുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്ത് കാര്യമായാലും സ്വന്തം ചെയ്യണം. ഒരാളെ കാത്തു നിന്ന ഒന്നും നടക്കില്ല അല്ലേ? എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്ത് കാര്യത്തിനും സത്യം. എന്ത് കാര്യം നോക്കിക്കൊണ്ട് നമ്മൾ സ്വന്തം ചെയ്യുക, അതിനൊക്കൂല. ഒരാളെ കാല് പിടിക്കാൻ നിന്നാല് അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? എനിക്ക് ഇത് കാലുപിടുത്തല്ലോ, ഇത് പ്ലാനിങ് മാത്രമേ ഉള്ളൂ. സലികുമാറിന് തന്നെയല്ലേ പ്ലാൻ ചെയ്യുന്നതിന് പൈസ മുടക്കൊന്നുമില്ല. ഇവര് പ്ലാൻ ചെയ്യുമ്പോ ഞാൻ ഇവിടെ മിണ്ടാതെ കുത്തിരിക്കല്ലോ പൊന്നാനക്കളെ. കാരണം എന്താ വെച്ചാൽ ഇത് നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇതിനൊന്നും പറയല്ലേ, ഞാൻ പറഞ്ഞു പൈസ തരങ്ങൾ പോയി. അല്ല, ഞങ്ങൾ അടുത്ത വെള്ളിയാഴ്ച എന്തായാലും സിനിമയ്ക്ക് പോകും. നോക്കിക്കോളി. അത് പെണ്ണിനെ പറഞ്ഞു കൂടി പഞ്ചസാര കഴിഞ്ഞിട്ടോ. പെണ്ണിനെ പറഞ്ഞു കൂട്ടി എത്തിച്ചതല്ലേ, ഇനി പോണം എന്തായാലും. പഞ്ചസാര ഇത്തിരി ഇട്ടണാമ ഞാൻ ആ ടീന് ചേലക്കത് അതിലേക്ക് ഇട്ടോ. അതിന്റെ പഞ്ചസാരക്കൊക്കെ കുറച്ച് പോലെ കുടിക്കാൻ മാത്രം മതി. ആര് പെണ്ണിനെ എങ്ങോട്ടേക്ക് പോവാനേ? ഓ സത്യം കേട്ടോ. ചെറുതിന് അത് അറിയാത്തോണ്ടാണ്. എങ്ങോട്ട് പോവല്ലേ നമ്മളെ, അതാണ് പ്രശ്നേ. സ്കൂള് തുറക്കാനും ഇരിക്കാന്നല്ലാതെ എങ്ങടാ പോണത്? ഓള് വരാവോലെ? എന്നാ ഒന്നിച്ചിരുന്ന് കഴിക്കായിരുന്നു. ഓള് എത്തൂല, നമ്മള് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അങ്ങനെ ഉണ്ട്. കുറച്ചു നേരം വൈകോ? എന്താ വൈവേ എന്തൊക്കെയൊക്കെ പറയുന്നൊക്കെ ചോദ്യം ചോദിക്കും. വായിക്കലൊക്കെ കുറവാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോ പറയും മണി പോലെ ഉത്തരം പറയുന്നത് ഞാനാണെന്നൊക്കെ പറയുന്നേക്കാം. എന്തൊക്കെയാണ് ആ വായിട്ടില്ല. 10ാം ക്ലാസ്സാണ്. അല്ലല്ല, അത്രയൊക്കെ പറയലുണ്ടേ. അന്ന് മീറ്റിങ്ങിന് പോയപ്പോ ഞാൻ ചോദിച്ചിരുന്നു മാഷോട്, എങ്ങനെ ഉണ്ട് ഭാഷ ചോദിച്ചു. ആ കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചു ചിലപ്പോൾ ഉത്തരം പറയലുണ്ട്. അല്ലെങ്കിൽ കിട്ടും. ഇന്ന് രാവിലെ എന്നോട് ദോശ തിന്ന് പറഞ്ഞേ വേഗം തിന്നണം, അല്ലെങ്കിൽ കേറാൻ നേരം വൈകാ പൊട്ടിരി കിട്ടും. നേരം വൈകി അടിയിട്ടു. എത്രയോ കുട്ടിയെ അടിയിട്ടുണ്ട്. നേരം വൈകി ചെന്നാൽ അടിയിട്ടു. അതേപോലെ നമ്മള് ലീവ് ആണെങ്കിൽ ഓര് പറയാം, നമ്മുടെ വോയിസിൽ പറഞ്ഞിരിക്കണം എന്താ ലീവ് എന്നുള്ളത്. ഉത്തരവാദിത്തം അതെല്ലാം അത് കിട്ടാല് ട്യൂഷൻ വിട്ടിടെന്ന് പറയും. എല്ലാം ഉത്തരവാദിത്തം നോക്കി. അത് ശരി, അത് വേണേ. അതൊന്ന് കൊണ്ടേ ഇതാക്കി വരുന്നാല് എന്താടാ ഞാൻ കൂടെ ആ ചുരിദാർ അടിക്കാൻ വേണ്ടിട്ടേ കുടിക്കലും ഉണ്ട് ഞായറാഴ്ച. അപ്പൊ എനിക്ക് ചുരിദാർ അടിക്കാണ്ട് ഞാൻ സ്വന്തം വേണ്ടി അടിക്കും. പക്ഷെ ഇത് നല്ല തുണി ആയിപ്പോഴേക്കും അഥവാ കേട് വന്നാല് ഞാൻ കൊണ്ടാ. അവന്റെ ഒരു ഫ്രണ്ട് എന്നോട് വെട്ടി തരാന്ന് ഞാൻ ചോദിച്ചപ്പോ, നിങ്ങൾക്ക് ലാഭം 300 രൂപ ലാഭം കിട്ടും. ഞാൻ കൊണ്ടേക്കോട്ടെ. കാരണം അങ്ങാടിക്ക് ഇവിടുന്ന് അതിന് അത്ര ചെലവൊന്നുമില്ല. വേറെ 2 ലൈനിങ് വാങ്ങണേ. ഞാൻ ആ 2 തുണി ഉണ്ട് ഇവിടെ, അവളോട് ചുരിദാർ അടിക്കണേ. ഇന്ത്യയിൽ തന്നാ മതി. ഞാൻ അങ്ങാടി പോകുമ്പോ ഓളെ കൊടുത്തോണ്ട്. ഓള് കടയിലുണ്ടാവൂലേ? കടയിലുണ്ട്. അതിനങ്ങനെ നിങ്ങൾ ഇന്നലെ കൊണ്ടുവരുന്നത്, എന്നാലേക്ക് നാളെ അടിച്ചു തീർക്കാൻ പറ്റുള്ളേ. അങ്ങനെ ഉണ്ട്. അത് നാളെ കൊണ്ടുവന്നിട്ട് എപ്പോഴാ? നാളെ ഒന്ന് വൈകുന്നേരം പണിയിലേക്ക് പിറ്റേന്ന് അടിച്ചിട്ടാ പോകാൻ കഴിയുമോ? എന്നാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞു ഓളെ സൗകര്യത്തിന് വെട്ടി വെച്ചാൽ വൈകുന്നേരം കിട്ടിയ നാളെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം പോക്കി ഇത് അടിച്ച് തീരും. ആരാടി? അത് പൂച്ച അത് ഇങ്ങോട്ട് നോക്കി കാവല 3 നമുക്ക് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ആണോ? വാങ്ങാം. ഇതിന് ചളി ഇതിലേ ഈ സാധനം അത് കഴിക്കാളാ. അതിന്റെ ഉള്ളിലേ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുന്നേ. അത് കൊടുക്കരുത്, പുറത്തേക്ക് പോകുമ്പോ കൊടുക്കാൻ ചെയ്യരുത് അങ്ങനത്തെ സാധനം. ചെറിയ കുപ്പിയാ, വലിയൊരു കുപ്പി വേക്കണം. ഇതില് കുടിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞൊക്കെയാണ്. എന്നാലും അത് കേറിയിരിക്കുന്ന നോക്കിയാ പാത്രത്തിന്റെ മുകളിൽ കാണാണ്. ആ കിടക്കവീരിയൊക്കെ കാട്ടി വെച്ച് നോക്കിയാൽ ഓള് വന്ന ചീത്ത അതിന്റെ വിക്രസ് നോക്കിയാ. നിങ്ങളെ വണ്ടി എന്തൊക്കെയാണ് ചക്ക ഒന്ന് അത് പഴുത്ത് കേട് വന്ന് അതൊന്ന് ഇട്ട് തരാൻ പറഞ്ഞിട്ട് നിങ്ങക്ക് പെണ്ണ് എന്നും പറയും. പ്രാവശ്യം ചക്കന് തിന്നില്ല. കുട്ടീനെ നോക്കട്ടെ. ചക്ക നമ്മുടെ നോക്ക് വണ്ടിയുടെ അടുത്ത് കണ്ടോ സച്ചിമാ. ഓള് രാവിലെ നല്ല ഇന്നാളെ എന്നോട് ഞാൻ നിന്റെ റൂമിൽ കൂട്ടി പോകുന്നുണ്ടാണ് കൂട്ടി പോകുന്ന പോയിക്കോ ഞാൻ. അതാണ് അവക്ക് അതല്ല ഓള് വൃത്തിയാക്കി വെക്കണേ. ഓള് വൃത്തിയാക്കി വെക്കും. നിങ്ങള് രണ്ടാളായാലും കടലും മണിയും മറ്റത് കേരളല്ല. സത്യം പറയാ ഞാൻ അവിടെ കിടന്ന അപ്പൊ ശല്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ കിടക്കലില്ല, ഞാൻ ഇങ്ങനെ നിൽക്കല ടി വി ആണൊക്കെ. സത്യം പറയാ ഇരുന്നാ കുട്ടിക്ക് പ്രശ്ന. അപ്പം വേണം അത് വേണം ഇത് വേണം ഇങ്ങനെ ശല്യം ചെയ്യും. അതങ്ങനെ അതിനെത്തെങ്കിലും ഒന്ന് വേണം ഇവിടെ, അല്ലെങ്കിൽ പരിപാടി മൂച്ചിക്കാലത്ത് മൂത്തിനെ
എന്തൊക്കെയാണ് നമ്മുടെ കാട്ടിക്കൂട്ടിലറിയുന്നത്. ഇപ്പൊ അതിനുള്ള പണി എന്താ അറിയോ, ഈ കുപ്പി ഇതൊക്കെ എടുത്താണ്ട് ആ ജലവാനുള്ള കൂടെ പുറത്തേക്ക് ഇടുക. അതല്ല, അവിടെ ബക്കറ്റിൽ വെള്ളം പിടിച്ചേ തുണി ഇട്ട് വെച്ചു. ഞാൻ എന്താ പറയാ, ആ ബക്കറ്റ് കൊണ്ടിട്ട് വെയിൽസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചു. പിന്നെ ഇത് വന്നിട്ട് അതാ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒളിച്ചു നോക്കുമ്പോണ്ട് ഇത് തെരയുണ്ട് അവിടെ. മിഞ്ഞാന്ന് ഞങ്ങൾ പുറത്തുനിന്ന്, ഞാൻ കുറയ്ക്കലൊക്കെ കഴിഞ്ഞാൽ പുറത്തുനിന്ന് കുളിക്കട്ടെ വെച്ചാൽ പോയതാട്ടോ. അല്ലെ മോട്ടർ ഇട്ടിരുന്നു, അല്ല വെള്ളം നിറഞ്ഞപ്പോ ഓട്ടി വരുന്നു, മോട്ടർ നനഞ്ഞു പറഞ്ഞിട്ടോ. അങ്ങനെ ഓഫാക്കി. അപ്പൊ ആ വെള്ളം ഇങ്ങനെ പോകൂലേ, ഉണ്ട് ആ വെയിസൊക്കെ എടുത്ത് അതിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് അതിലൊക്കെ മണ്ണൊക്കെ കലക്കി വെച്ചു. ഇന്നലെ ഞങ്ങള് രാത്രിയിൽ ഒരു 7 മണിയായപ്പോൾ അരീക്കോട് പോയി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക്. ഫ്രണ്ടിൻ്റെ വൈഫ് കാലൊടിഞ്ഞ് ബൈക്കുമെന്ന് വീണാണ്ട് ആക്സിഡൻ്റ് ആയി. അങ്ങനെ ഓരോ അടുത്തൊക്കെ പോയി തിരിച്ചു വന്നു. ആ, ഓളെ എല്ലൊക്കെ പൊട്ടി. പൊട്ടിയതാ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി വന്നു ഇന്നലെ. മക്കളെ കൊണ്ടുപോകുന്നേട്ടെ ഞങ്ങള് പോലെ ആശുപത്രിക്കൊക്കെ പോകുമ്പോ. എവിടെ വെച്ചത്? വേറൊന്നുണ്ടേ, സിബുട്ടൊക്കെ അടിച്ച് രാത്രിയൊക്കെ ഒന്നുമില്ല. ഇതൊക്കെ എന്റെ മരുന്ന് ആണോ? മിഠായിയൊക്കെ കഴിഞ്ഞ് ഞാൻ കൂടെ പറയാൻ മറന്നു. വേറെന്താ ഉള്ളത്? അപ്പ പാത്രത്തിൽ എന്താ ഉള്ളത്? ചാർജറാ? മറ്റേത് ഈശ്വര, ഇതിലുണ്ട് നോക്കിയാ. എന്നാ ഞാൻ പോകുമ്പോ കൊണ്ടുവരാം, അങ്ങാടി വരുമ്പോ. അച്ഛമ്മ കസേര കയറി കിടക്കുന്നത്. മിഠായി കഴിഞ്ഞല്ലോ. മുട്ടായി കഴിഞ്ഞല്ലോ. ഒന്നുമില്ല, സ്പ്രേ ഒക്കെ കഴിഞ്ഞ ചേട്ടാ. കുട്ടി കുടുങ്ങ. അപ്പൊ കഴിഞ്ഞില്ല. ഇതൊക്കെ എന്താന്ന് നോക്കട്ടെ. കടലാസുകളാണ് ഓരോ സാധനങ്ങൾ. ആ ചേച്ചി വരുമ്പോ കൊണ്ടിട്ടോ പൊന്നെങ്ങി കഴിഞ്ഞില്ല. ഇല്ലല്ലേ? ഇന്നലെ രാത്രിയോട് പറയേണ്ട പോലെ നമ്മള് പോയ സമയത്ത് ഫുള്ള് തിന്ന് തീർത്തതാവുന്നാലേ. ഞാനത് എത്ര എല്ലാവരും ഓരോന്ന് എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കും. ഞാൻ അങ്ങാടിക്ക് പോകട്ടെ പൊന്നെ. പപ്പ പോട്ടോ. ആ, പൂമ്പാറ്റ മുട്ടായി മേടിക്കാൻ വേണ്ടി നമ്മള് എച്ച് കഴിക്കുക പൊന്നെ. എന്താ പമ്മട്ടിക്ക് തരുന്നത്? ഒന്നുമില്ലൊക്കെ കഴിഞ്ഞു. അപ്പൊ പാത്രത്തിൽ എന്താ ഉള്ളത് നോക്കിയാ? അമ്മട്ടിക്ക് പപ്പ കൊണ്ടുവന്ന് പത്തിരിയപ്പം വേണോ? കേക്ക് വേണോ അമ്മട്ടിക്ക്? ഇത് വേണോ? ഒന്നും വേണ്ട. ഇത് വേണോ? മിക്സർ വേണോ അമ്മട്ടിക്ക്? പിന്നെന്താ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ പാത്രമൊക്കെ കാലിയൊക്കെയാണ്. പത്തിരി പൊട്ടിച്ചു കൊടുക്കുന്നു. ആ, അമ്മട്ടിക്ക് ഇത് തരാം, അത് തരാം. ഇതൊക്കെ ഒന്നൊക്കെ ഉള്ളു, അതാ കുപ്പിയിലിട്ടേക്കാത്തത്. ഇത് വേണോ കേക്ക്? ആ, കഴിച്ചോളൂ. താങ്ക് യു. എന്തെങ്കിലും കൊണ്ടിട്ട് നിങ്ങൾ വരുമ്പോ നിൽക്കാനായിട്ടില്ലത്. എന്തെങ്കിലും വേണേ ഇങ്ങനെ. ഓക്കെ, അപ്പൊ പത്രക്കെ കാലിയായിട്ടോ. ഒന്നുമില്ല. ഇപ്പൊ എന്താ നമ്മളാ പോക്കിലേ മൊബൈലും തോണ്ടി അങ്ങനെ ഇരുന്ന് തിന്നുണ്ടാവും. എന്നാ കഴിഞ്ഞാ പറയണ്ടേ ഇതിന്റെ ഒരു ചേലൊക്കെയാണ് ഈ അടപ്പിന്റെ. മാറ്റായിട്ടല്ല, ഇത് കഴുകാനായിട്ടല്ല. ഇതെന്താ അറിയോ, കസേരയിൽ ഇരിക്കും, എന്നിട്ട് ഇത് അടിയിലെ ചെറുതുമ്പോ ചവിട്ടി കയറി ഇങ്ങനെ നിക്കുക. അതാണ് ഈ ചളിയാവുന്നതേ. എത്ര കഴിക്കാൻ നോക്കിയിട്ടില്ല. ചൂടറിയും ചായ എന്താ നല്ല ചൂടായിരുന്നു. അച്ഛനൊക്കെ വേണമല്ലേ? നിങ്ങളിൽ ഞാൻ കറിയൊക്കെ ഒഴിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പാട്സും പൂളിയില്ലേ കപ്പ കട്ടൻ ചായ കേട്ടോ. ഇന്നലെ പാല് മേടിച്ചില്ല, അതുകൊണ്ട് കട്ടൻ ചായ ഉണ്ടെന്ന് ഞാൻ കുറച്ച് കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരും അല്ലേ. ടാറ്റാ.